നമ്മൾ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്. സ്റ്റുഡൻസ് ഇതേപോലെ ഗ്ലൗസ് ഒക്കെ ഇട്ട് പേഷ്യൻ്റ് ഇറങ്ങുന്ന വരെ അവരുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടാവും. പേഷ്യൻ്റ് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുന്നു? ധൃതിയിൽ ഗ്ലൗസ് ഊരുക, അതങ്ങോട്ട് ഇടുക. പിന്നെ പേഷ്യൻറ്റിൻ്റെ സൈന് വാങ്ങാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവർ ഇംപ്രഷനൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. പിന്നീട് അവർ തൊടുന്നത് ബെയർ ഹാൻഡ്സിലായിരിക്കും. ഇംപ്രഷൻ എടുത്ത് വെച്ചത് ബെയർ ഹാൻഡ്സിൽ വന്ന് തന്നെ ഇംപ്രഷൻ അവിടെ വെക്കുന്നു. അവർ ഡെൻറ്റൽ സ്റ്റോൺ മിക്സ് ചെയ്യുന്നു, പോർ ചെയ്യുന്നു. അതിന് ശേഷം അതിൻ്റെ സൈഡുകളൊക്കെ ബെയർ ഹാൻഡ്സ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞാൽ അതേ കൈകൾ കൊണ്ട് തന്നെ അവർ പേഷ്യൻറ്റിൽ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് നന്നായിട്ട് ബെറ്റാഡിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ആക്ച്വലി ഈ പറയുന്ന ഗ്ലൗസ് നിങ്ങൾ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുമ്പം മാത്രം യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഒന്നെങ്കിൽ നിങ്ങൾ ഡബിൾ ഗ്ലൗസ് യൂസ് ചെയ്യുക. പേഷ്യൻ്റ് ഇറങ്ങിയതിന് ശേഷം നിങ്ങളുടെ കൈയിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഗ്ലൗസ് നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വീണ്ടും കണ്ടാമിനേഷൻ്റെ സാധ്യത ഉണ്ട്. കാരണം പേഷ്യൻ്റ് യൂസ് ചെയ്ത ഇംപ്രഷൻ ട്രേ അല്ലെങ്കിൽ പേഷ്യൻ്റെ വായിൽ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബെയർ ഹാൻഡ്സിൽ യൂസ് ചെയ്യുമ്പം പിന്നെ നേരത്തെ ഗ്ലൗസ് ഇട്ടതിൻ്റെ ഉപകാരം തന്നെ ഇല്ലാതാവുകയാണ്. അപ്പം ദയവ് ചെയ്ത് ഈ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഈ ഗ്ലൗസ് ഒക്കെ വാങ്ങുന്ന ഒരു 10 രൂപ മതിയാവില്ല നിങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുക. ആസ് സ്റ്റുഡൻസ് ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കും.